ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട 3 കേസുകളെ പറ്റിയാണ്. നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തെ കേസ് നോക്കാം. ബെറുബറി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ബെറുബറി കേസ് 1960 പ്രകാരമാണ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്നാണ്. ഒന്നുകൂടെ നോക്കാം. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1960 ബെറുബറി കേസ് പ്രകാരമാണ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്നാണ്. അടുത്ത കേസ് കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള 1973. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ചരിത്രപരമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഇക്കാര്യത്തിൽ ബെറുബറി കേസിൽ നൽകിയ അഭിപ്രായം തെറ്റാണെന്നും കോടതി പറഞ്ഞു. അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിച്ചത് 1973 ഏപ്രിൽ 24. കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിച്ചത് 1973 ഏപ്രിൽ 24. എന്താണ് ഈ കേസിൽ പറയുന്നതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഇക്കാര്യത്തിൽ ബെറുബറി കേസിൽ നൽകിയ അഭിപ്രായം തെറ്റാണെന്നും കോടതി പറഞ്ഞു. അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. അടുത്ത കേസ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995 ഈ കേസ് നടക്കുന്നത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നായിരുന്നു ഈ കേസിൻ്റെ വിധി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ച കേസാണ് 1995 യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ്. ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.